എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ക്യാപ്സൂൾ രൂപത്തിൽ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചില മരുന്നുകൾ നമ്മുടെ ബോഡിയിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ ഏതെങ്കിലും ടൈപ്പ് ലിക്വിഡോ അല്ലെങ്കിൽ ഓയിലോ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ചില മരുന്നുകൾ ടാബ്ലറ്റ് രൂപത്തിലേക്ക് മാറ്റുവാൻ പറ്റാത്തൊരു സാഹചര്യവും കാണും. ചില മരുന്നുകൾ നമ്മുടെ സ്മാൾ ഇൻറ്റെസ്റ്റൈനിലോ അല്ലെങ്കിൽ സ്റ്റൊമക്കിലോ എത്തിയിട്ട് മാത്രം ലയിച്ചാൽ നല്ല എഫക്റ്റീവ്നെസ് കിട്ടും. ഇതേപോലെ കുറച്ച് കാറ്റഗറി മരുന്നുകൾക്ക് നമ്മൾ ടാബ്ലറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ എഫക്റ്റീവ്നെസ് വളരെ കുറവായിരിക്കും. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ക്യാപ്സൂളുകൾ യൂസ് ചെയ്യുന്നത്. ക്യാപ്സൂളുകളുടെ ഷെല്ലുകൾ പൊതുവെ നിർമ്മിച്ചിരിക്കുന്നത് ജെലാറ്റിൻ വെച്ചാണ്. ക്യാപ്സൂളുകൾ 2 ടൈപ്പാണുള്ളത്: ഹാർഡ് ഷെൽഡ് ക്യാപ്സൂളും സോഫ്റ്റ് ഷെൽഡ് ക്യാപ്സൂളും. ഹാർഡ് ഷെൽഡ് ക്യാപ്സൂൾ എന്ന് പറയുന്നത് 2 പീസുകൾ ഒരുമിച്ച് ഫിറ്റ് ചെയ്തേക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇതിന് സെൻട്രലായിട്ട് ഏതെങ്കിലും പൗഡർ രീതിയിലുള്ള മെഡിസിൻ ആയിരിക്കും ഫില്ല് ചെയ്തേക്കുന്നത്. അടുത്തത് സോഫ്റ്റ് ഷെൽഡ് ക്യാപ്സൂൾ എന്ന വിഭാഗമാണ്. നമ്മുടെ ഫിഷ് ഓയിൽ ഈ ഒരു വിഭാഗത്തിലാണ് വരുന്നത്. ലൈറ്റ് കടന്നു പോകുന്ന രീതിയിലാണ് ഇത് ജെലാറ്റിൻ ഷെല്ല് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ലിക്വിഡ് അല്ലെങ്കിൽ ഓയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അബ്സോർഷൻ നടക്കൂ എന്നുള്ള കാര്യം നടക്കുന്നത്. മെഡിസിൻ എന്ന് പറയുന്നത് ഈ ഫിഷ് ഓയിലിലേക്ക് ലയിപ്പിച്ചേക്കുവാണ്. ഈ ഫിഷ് ഓയിൽ ടാബ്ലറ്റ് നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ സ്റ്റൊമക്കിലെത്തി അവിടെ വെച്ചാണ് ഡൈജഷൻ നടക്കുന്നത്. അങ്ങനെ മെഡിസിൻ കൃത്യമായിട്ട് എഫക്റ്റീവ്നെസ് ലഭിക്കുന്നു. ടാബ്ലറ്റിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ അതിൻ്റെ യൂസിനെ തെറ്റിക്കാനുള്ള ചാൻസുകൾ കുറവായതുകൊണ്ടാണ് ചില മരുന്നുകൾ ക്യാപ്സൂളായിട്ട് നിർമ്മിക്കുന്നത്.